الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون إن هؤلاء متبر ما هم فيه إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون قال أغير الله أبغيكم إلها وهو فضلكم على العالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മൂസാ അലൈഹിസ്സലാമിന്റെ കഠിന ശത്രുവായി പ്രവർത്തിച്ച ഫിർഔനിന്റെയും അതുപോലെ തന്നെ അവന്റെ പട്ടാളക്കാരുടെയും അതിദയനീയമായ നാശം, അവരെ കടലിൽ മുക്കി നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞ സംഭവമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഫിർഔനിന്റെ നാശത്തിന് ശേഷമുള്ള മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അനുയായികളുടെയും ചരിത്രം മറ്റൊരു ഭാഗത്തേക്ക്, അഥവാ മറ്റൊരു നാട്ടിൽ എത്തിയതിന്റെ ശേഷമുള്ള ചരിത്രമാണ്. ഈ പ്രത്യേകമായ ശിക്ഷാ നടപടി എടുത്തതിന്റെ ശേഷം അള്ളാഹു പറയാണ് അതിനെ സംബന്ധിച്ചു, വജാവസ്നാ ബിബനീ ഇസ്രായീലൽ ബഹ്റ, ഇസ്രായേൽ മക്കളെ നാം സമുദ്രത്തെ വിട്ടുകിടത്തി. അഥവാ ഫറോവയും അവന്റെ അനുയായികളെയും അള്ളാഹു മുക്കി നശിപ്പിക്കുകയും ശേഷം ഇസ്രായേലരെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുകര പറ്റുകയും ചെയ്തല്ലോ. അങ്ങനെ അവർ നോക്കി കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബനൂ ഇസ്രായേലരും നോക്കി കാണുകയാണ്. ഫറോവയും അവന്റെ പട്ടാളക്കാരും ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളായ ആ കുറ്റവാളികൾ, ആ ധിക്കാരികളെ ആ വെള്ളത്തിൽ അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നത് അവർ കാണുകയാണ്. അത്ഭുതങ്ങൾ നമ്മളൊക്കെ ഇതിൽ കേട്ടിട്ടേയുള്ളൂ, നമ്മളാരും കണ്ടവരല്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ അത് ഇരുവശങ്ങളിലേക്കും രണ്ട് മലന്തിണ്ണകളെ പോലെ മാറി നിന്നതും ആ കടലിലൂടെ ഒരു വഴി അങ്ങ് രൂപാന്തരപ്പെട്ടതും അവിടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാറ്റ് വന്ന് ആ വഴിയിൽ ഉണ്ടായേക്കാവുന്ന ചെളിയും മറ്റു ചതുപ്പുകളുമെല്ലാം മാറി ഒരു നിലക്കും ആണ്ടുപോകുകയോ പ്രയാസപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യാത്ത നിലക്ക് ആ വഴിയെ അള്ളാഹു ഉണക്കി സുഗമമായ നിലക്കുള്ള യാത്രക്കുള്ള വഴിയാക്കി.
അതൊക്കെ അവർ കണ്ണുകൊണ്ട് കണ്ട് അവര് മറുകര പറ്റി. ഫറോവയും അവന്റെ ആളുകളും കടലിൽ ഇറങ്ങിയപ്പോൾ അവരെ മുഴുവനായി അത് മുക്കിക്കളഞ്ഞതും അവർ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കണ്ടവർ. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള ചെങ്കടലിന്റെ സമീപത്ത് വെച്ച് നടക്കുന്നതിന്റെ മുമ്പേ അള്ളാഹുവിനെ ധിക്കരിച്ച ഈ മുശ്രിക്കുകളായ കാഫിറുകളായ ആളുകൾക്ക് എണ്ണമറ്റ നിലക്കുള്ള പരീക്ഷണങ്ങളും ശിക്ഷകളും വന്നതും കണ്ടവരാണ് ഇസ്രായേൽ സന്തതികൾ. കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് തൂഫാൻ, പ്രളയമുണ്ടായി, ജറാദുണ്ടായി, ഖുമ്മൽ, നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടവരാണ് ഇസ്രായേൽ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സഹായകരമാണ്. ഒരു പ്രവാചകന്റെ കയ്യിലൂടെ ഉണ്ടായ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ, ആ വടിയിലൂടെ ഉണ്ടായ ദൃഷ്ടാന്തങ്ങൾ, അവിടുത്തെ കയ്യിൽ കണ്ട ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ തന്നെ ആ നാട്ടിൽ ആ തെമ്മാടികളായ ആളുകൾക്ക് പരീക്ഷണം എന്ന നിലക്കുണ്ടായ ക്ഷാമങ്ങൾ, അതുപോലെ തന്നെ വരൾച്ചകൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അതിന്റെ പുറമെ ആ മുശ്രിക്കുകളായ ആളുകളെ, കാഫിറുകളായ ആളുകളെ ചെങ്കടൽ മുക്കി കൊന്നത് എല്ലാം കണ്ടവരാണ് ഇസ്രായേൽ മക്കൾ എന്ന് നമ്മൾ മറക്കരുത്. അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായ ആ സമൂഹത്തിലുള്ള ആളുകളെയും കൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം മറുകര പറ്റി അവരോട് നിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തേക്ക് അവരിങ്ങനെ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായി ചെങ്കടലൊക്കെ കടന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായി വൃന്ദത്തെയും കൊണ്ട്, ഇസ്രായേൽ മക്കളെയും കൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച പ്രദേശത്തേക്ക്, ഷാമിന്റെയും ഫലസ്തീനിന്റെയും ഒക്കെ ഭാഗത്തേക്ക് അവിടുന്ന് യാത്ര പോയി കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വജാവസ്നാ ബിബനീ ഇസ്രായീലൽ ബഹ്റ, അവര് സമുദ്രം വിട്ട് കടത്തിയവരെ നാം. പിന്നീടുണ്ടായത് എന്ത്? ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. فأتوا على قوم يعكفون على أصنام لهم. അങ്ങനെ അവരുടെ യാത്ര എവിടെ എത്തി? അലാ ഖൗമിൻ, ഒരു ജനതയുടെ താമസ സ്ഥലത്തെത്തി. അവിടെ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്നുണ്ട്, ആ പ്രദേശത്തെത്തി. എന്താണ് ആ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഅ്കുഫൂന, അവർ ഭജനമിരിക്കുകയാണ്. അവർ ഭജനമിരിക്കുകയാണ്. അലാ അസ്നാമിൻ ലഹും, അവരുടെ ചില വിഗ്രഹങ്ങൾക്കരികെ, വിഗ്രഹാരാധകരായ, ബിംബാരാധകരായ, പശുപൂജകരായ ഒരു കൂട്ടം ആളുകൾ അവരുടെ ബിംബങ്ങൾക്കരികെ, വിഗ്രഹങ്ങൾക്കരികെ ഭജനമിരിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ നമിക്കുകയും അവയെ പൂജിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു സമൂഹത്തെയാണ് കാണുന്നത്. ആ സമയത്ത് ഇവർ ചോദിച്ചിരിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അവര് പറഞ്ഞിട്ടുമുണ്ടാകും, ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് പ്രത്യേകം ഗുണങ്ങളുണ്ട്, ഇവര് മുഖേന ഞങ്ങൾക്ക് ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്, ഇവര് മുഖേന ഞങ്ങൾക്ക് ബാധിക്കുന്ന ഉപദ്രവങ്ങൾ തടുക്കപ്പെടുന്നുണ്ട്, ഇവരാണ് ഞങ്ങൾക്ക് പലപ്പോഴും പല കാര്യത്തിനും സംരക്ഷണത്തിനായിട്ട് കിട്ടുന്നത് എന്നിങ്ങനെ ശിർക്ക് ചെയ്യുന്ന ബിംബാരാധകരായ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്ന, അവിടെ തന്നെ കൂടിയിരിക്കുന്ന സമൂഹം പറഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് ഈ ബനൂ ഇസ്രായേലർ, ഇത് കാണുന്ന ബനൂ ഇസ്രായേലർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. മൂസാ ഇജ്അൽ ലനാ, നീ ഞങ്ങൾക്കും നിശ്ചയിച്ചതാ ഇലാഹൻ, ഒരു ഇലാഹിനെ നീ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചതായോ, നീ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചതായോ. കമാലഹും ആലിഹ, ഇവർക്കൊക്കെ ഈ ദൈവങ്ങളൊക്കെ കാണുന്നില്ലേ? ഈ ഇലാഹുകളെ, ഈ ദൈവങ്ങളെയൊക്കെ നീ ഇവര് പൂജിക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ ഞങ്ങൾക്കും ഒന്നിനെ നിശ്ചയിച്ചതാ മൂസ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്രായേൽ സന്തതികൾ അപേക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വലിയ നന്ദികേടാണ് ഈ കാണിച്ചത്, എത്ര വലിയ നന്ദികേടാണ് ഈ കാണിച്ചത്. അത് കേട്ടപാടെ മൂസ നബി അലൈഹിസ്സലാം ഞെട്ടിത്തെറിച്ചു. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിശ്ചയം നിങ്ങൾ വിഡ്ഢികളായ ജനത തന്നെയാണ്,
നിങ്ങൾ വളരെ അവിവേകികളായ വിഡ്ഢികളല്ലേ നിങ്ങൾ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയാണ്. മാത്രമല്ല, ഇന്ന ഹൗലായി മുതബ്ബറും മാഹും ഫീ, ഈ ജനത ഇപ്പോൾ എന്തൊരു പ്രവൃത്തിയിലാണോ മുഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അവരെ നശിപ്പിച്ചു കളയുന്നതാണ്. വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും വ്യർത്ഥമായ കാര്യങ്ങളാണ്. മാത്രമല്ല, അവിടുന്ന് ചോദിച്ചു, ഖാല അഗൈറല്ലാഹി യബ്ഗീകും ഇലാഹാ, അല്ലാഹുവിന് പകരം അല്ലാഹനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെ ഞാൻ നിങ്ങൾക്ക് തേടുകയാണോ വേണ്ടത്, നിങ്ങൾക്ക് നിശ്ചയിച്ചു തരികയാണോ വേണ്ടത്? വഹുവ ഫദ്ദലകും അലൽ ആലമീൻ, സർവലോകരെക്കാളും ഇന്ന് നിലവിലുള്ള ഏത് ജനതയെക്കാളും നിങ്ങളെ എന്തെല്ലാം നൽകിക്കൊണ്ട് ശ്രേഷ്ഠപ്പെടുത്തിയവനാണ് അല്ലാഹു. ആ അല്ലാഹനെ വിട്ട് മറ്റൊരു ഇലാഹിനെ ഞാൻ നിങ്ങൾക്ക് നേടിത്തരണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്ത് പറ്റിപ്പോയി എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് എത്രമാത്രം വിഡ്ഢികളാണ് നിങ്ങളെന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം ആ ജനതയോട് തുറന്നു തിരിച്ചു ചോദിക്കുന്നു. ആലോചിച്ചു നോക്ക്, എത്ര വലിയ നന്ദികേടാണ് ഈ കാണിച്ചത്. ഒരു സമൂഹം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാനും നിങ്ങളും സമുദ്രം വളർന്നതും മൂസ നബി അലൈഹിസ്സലാമിന്റെ കൈകളിലൂടെ വെളിപ്പെട്ട മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങളും, തൂഫാനുണ്ടായതും, ജറാദ് വെട്ടുകിളി ഇറങ്ങിയതും, രക്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതും, പേനിച്ചെള്ളു പോലെയുള്ള പ്രാണികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതും, തവള മുഖേന പരീക്ഷിക്കപ്പെട്ടതും, അതുപോലെ തന്നെ ക്ഷാമകാലങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടതും, ഒരു 100 കൂട്ടം കാര്യങ്ങൾ നേർക്ക് നേരെ കണ്ടവരാണ് ആ ജനത. നമ്മളോ കേട്ടവരാണ്. നേർക്ക് നേരെ ഇതൊക്കെ കണ്ട് ആരെയാണ് മുക്കി കൊല്ലുന്നത് കാണുന്നത്? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ശിർക്കിന്റെ വക്താവായ മുശ്രിക്കീങ്ങളായ ആളുകളെ, ഏകദൈവ വിശ്വാസത്തിന്റെ വിരുദ്ധമായി പ്രവർത്തിച്ച ശിർക്കിലേക്ക് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ കറകളഞ്ഞ സുന്ദരമായ ആദർശത്തിനെതിരെ പ്രവർത്തിച്ച് വിശ്വസിച്ച് ആ രൂപത്തിലുള്ള മോശപ്പെട്ട ദുരാചാരങ്ങളുടെയും ദുസ്വഭാവങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും വക്താക്കളായ ഫറോവയെയും അവന്റെ പട്ടാളത്തെയും മുക്കിക്കൊല്ലുന്നത് കണ്ണുകൊണ്ട് കണ്ട ജനത. മാത്രല്ല, ഇവര് തൗഹീദിന്റെ ആളുകളായി എന്നുള്ളത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയത് അനുഭവിച്ച ജനത. ഇവരിറങ്ങിയപ്പോ കടൽ കൂടിയില്ലല്ലോ, കാരണം ഇവര് മുവഹിദുകളാണ്, ഇവര് തൗഹീദുള്ള ആളുകളാണ്. ഫിറഔനും അവന്റെ ജുനൂദും പട്ടാളവും ഇറങ്ങിയപ്പോ കടലങ്ങ് കൂടിപ്പോയില്ലേ, കാരണം അവര് മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ഇത് കണ്ടു പോവാണ് ജനത. ഇതൊക്കെ നേർക്ക് നേരെ കണ്ട് അനുഭവിച്ച ഒരു ജനത. അതൊക്കെ കണ്ടുകിട്ട് അധികമായിട്ടില്ല, യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു കൂട്ടം ആളുകൾ ബിംബങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവയെ നമിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോഴാണ് അവര് ഉടനെ ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാമിനോട്, യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, കണ്ടില്ലേ ഇവർക്കൊക്കെ കാര്യം നേടാൻ ചില ഇലാഹുകളുണ്ട്, ഞങ്ങൾക്കും അതുപോലെ ഒന്ന് നിശ്ചയിച്ചതായോ എന്ന്. നന്ദി കെട്ട ആ ജനത അവർക്ക് ഇതൊന്നും ഏശിയില്ല എന്നല്ലേ അർത്ഥം. അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങളൊന്നും അവര് കണ്ടവരായിട്ട് പോലും അതൊന്നും അവരെ സ്വാധീനിച്ചില്ലെന്നല്ലേ അർത്ഥം. അത്രത്തോളം നന്ദി കെട്ടവരായ ജനതയായിരുന്നു ഇസ്രായേൽ മക്കൾ. നേർക്ക് നേരെ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടിട്ട് പോലും തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു പ്രവാചകന്റെ അനുയായികളായിട്ട് ഒപ്പം നടക്കുമ്പോ പോലും ഒരു വിഭാഗം ശിർക്ക് ചെയ്യുന്നത് കണ്ടപ്പോ ആ പഴയ ഓർമ്മട് വരികയാണ്. പണ്ട് വരി ഈജിപ്തില് പശുപൂജകരും വിഗ്രഹാരാധകരും ഫറോവയെ പൂജിക്കുന്നവരും അങ്ങനെ പലരുമായിരുന്നല്ലോ. അവർക്ക് യാത്രക്കിടയിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണുമ്പോ പെട്ടെന്ന് അവരുടെ മനസ്സ് അതിലേക്കാണ് മാറിപ്പോയത്. ഈ മോമിനീങ്ങളായി അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഈ ജനത നന്ദി കെട്ട വാക്കാണ്, ഞങ്ങൾക്കും വേണൊരു ഇലാഹിനെ ഇതുപോലെ. അപ്പൊ അള്ളാഹ് പോരാ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികളാണ്, വളരെ മോശപ്പെട്ട ജനതയാണ് നിങ്ങൾ. കാരണം അള്ളാഹനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി വിസമ്മതിച്ചതിന്റെ ഫലമായിട്ട് ഏറ്റവും അധികം ശക്തിയും അധികാരവും ഉന്നതിയും ഒക്കെ ഉണ്ടായിരുന്ന ഫിർഔനെ, അവന്റെ സൈന്യത്തെ അള്ളാഹു അതിദാരുണമായി മുക്കിക്കൊന്നത് കണ്ടവരാ നിങ്ങൾ. നിങ്ങൾ ഏകദൈവ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ നിങ്ങൾ മഹാനുഗ്രഹങ്ങൾക്ക് വിധേയരായവരാണ്, അതൊക്കെ ആ സുഖങ്ങൾ അനുഭവിച്ചവരാ നിങ്ങൾ. എന്നിട്ടും ഇത്ര വേഗം എല്ലാം മറന്ന്
ബിംബാരാധകർ പോലെ നിങ്ങളും ഒരു ദൈവത്തെ എന്നോട് ആവശ്യപ്പെടുന്നല്ലോ, എത്രമാത്രം വിഡ്ഢികളാ നിങ്ങൾ. അവരോടാ മറുപടി പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ ഇരിക്കുന്ന കൂട്ടരുണ്ടല്ലോ, ഈ എഴുത്തിക്കാഫ് ഇരിക്കുന്ന കൂട്ടര് വിഗ്രഹത്തിന്റെ അടുത്ത്, ഇക്കൂട്ടർ അവരേതൊന്നിൽ സ്ഥിതി ചെയ്യുന്നുവോ അത് അള്ളാഹു മുറിച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഫലശൂന്യമായിരുന്നു, ഫലശൂന്യമാകും. ഈ പൂജ നിർവഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന ജനത ഏത് ആരാണ്? മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് ചില പഴയ കാലത്തുള്ള അറബി ഗോത്രങ്ങളായിരുന്നു എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതല്ല, പിന്നീട് ഈ ഇസ്രായേൽ മക്കൾക്ക് ഏറ്റുമുട്ടാൻ വിധിക്കപ്പെട്ട പ്രതിപക്ഷമായ ശത്രു സൈന്യമായ അവിടെ താമസിച്ചിരുന്ന അമാലിഖത്ത് വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു, കാഫിറുകളായിരുന്നു, മുശ്രിക്കുകളായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും ഈ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടിട്ട് ഇത്രത്തോളം അള്ളാഹുവിങ്കൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം എത്ര പെട്ടെന്നാ മറക്കുന്നത്. ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടൊന്നും കാര്യമല്ല, തൗഫീഖ് വേണം അത് നിലനിൽക്കണമെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കത് പറയാൻ എത്ര എളുപ്പമല്ലേ? ഈ കണ്ട രൂപത്തിലുള്ള ധാരാളക്കണക്കിന് അത്ഭുതങ്ങൾ നേർക്ക് നേരെ രണ്ട് കണ്ണുകളെ കൊണ്ട് കണ്ട ഒരു ജനതക്ക് അതവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നാണ് പോവാണ്. അപ്പൊ എത്രയാണ് അവരെ നന്ദികേട്, ഉള്ളിൽ സ്വാധീനിച്ചില്ല എന്നല്ല അർത്ഥം. അപ്പൊ ഒരു കാര്യം കേട്ടത് കൊണ്ടും പഠിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, അതിങ്ങനെ നിലനിന്ന് കിട്ടാൻ ഒരു തൗഫീക്ക് വേണം. ഇല്ലെങ്കിൽ എത്ര വലിയ നല്ല ഈമാൻ ഉണ്ട് എന്ന് തോന്നി അതിങ്ങനെ നിലനിർത്തിയിട്ട് അള്ള തരുന്നില്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഇഷ്കാല് വരും. എന്തെങ്കിലും കാണുമ്പോ അത് തരക്കടില്ലല്ലോ, നമുക്കും അങ്ങനെ തുടങ്ങിയാൽ എന്താ, അത് തരക്കടില്ലല്ലോ, നമുക്കും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ എന്നുള്ള ചിന്ത വരും. അതിനാണ് നിരന്തരം മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായ വലദ്ദാലീൻ, വഴിപിഴച്ചു പോയിട്ടുള്ള ആളുകളുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കരുതേ എന്ന്. യഹൂദികൾക്ക് പറ്റിയത്, ഇസ്രായേൽ മക്കൾക്കൊക്കെ പറ്റിയത് അതാ. അറിഞ്ഞുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. കേട്ടവരൊന്നും അല്ലത്. കൃത്യമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോലും പിന്നെയും ശിർക്കിലേക്ക് മനസ്സാണ് ചായത്. അപ്പൊ ഈ ശിർക്കിലേക്ക് പോകാൻ എപ്പോഴും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ചു, അല്ലാഹ് വജുനബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജുനബ്നി വബനിയ, എന്നെയും എന്റെ സന്താനങ്ങളെയും നീ അകറ്റണമേ, അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്ന്. പിന്നെന്താ നീ മറ്റുള്ളവരുടെ കാര്യം എന്താ പറയാനുള്ളത്? അത്രത്തോളം ഭയപ്പെടേണ്ടുന്ന കാര്യമാണ്. അത്ഭുതങ്ങൾ കണ്ടിട്ട് അധിക കാലമായിട്ടില്ല, മുശ്രിക്കുകളെ മുക്കിക്കൊന്ന് തകർത്തെറിഞ്ഞ കാര്യം കണ്ണോടെ കണ്ടിട്ട് പോലും കുറച്ചാണ്ട് കഴിഞ്ഞപ്പോ അതൊക്കെ മറന്നിട്ട് പിന്നെ അതേ കാര്യം ഞങ്ങൾക്കും താന്ന് പറയണം. സമാനമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടായി. അത് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടക്കുന്ന സംഭവമാണ്. ഖറജ്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഹുനൈൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി ഹുനൈനിലേക്ക് പുറപ്പെട്ടു. സഹാബിമാർ ഹുനൈനിലേക്ക് പോവുകയാണ്. മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷമാണല്ലോ ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയ ആളുകളാണല്ലോ പ്രവാചകന്റെ കൂടെ മക്കയിൽ പോയി മക്ക ജയിച്ചടക്കിയത്. ആ മുഅ്മിനീങ്ങളായ ആളുകൾ മക്കയിലെത്തി. മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കയിൽ ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കം ഫതഹിന്റെ ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കുറെ ആളുകളും അനുയായികളും ഇസ്ലാമിന് കൂടി. ചുരുക്കി പറഞ്ഞാൽ 10,000-ത്തിലേറെ വരുന്ന സൈന്യമാണ് ഹുനൈനിലേക്ക് പുറപ്പെട്ടത്.
ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ 300 സൈന്യങ്ങളേ ഉള്ളൂ. ഇന്ന് വളർന്ന് മക്കയൊക്കെ ജയിച്ചടക്കിയതിന്റെ ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടെ ഹുനൈനിലേക്ക് പോകുമ്പോൾ അത് 12,000-ഓളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തരക്കടില്ല. നമ്മളിപ്പോ കുറെ ആളുകളുണ്ട്, നമുക്കിപ്പോ നല്ല അംഗബലുണ്ട് എന്ന് തോന്നിയെന്ന് വിശുദ്ധ ഖുർആൻ ആ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. വയൗമ ഹുനൈനിൻ ഇദ് അഅജബതുകും കസറതുകും, നിങ്ങളുടെ സംഖ്യാബലം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ ഹുനൈനിന്റെ ദിവസം എന്ന്. അതുകൊണ്ട് ഹുനൈൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാജയ ഉണ്ടായത്. കാരണം എന്താ? കുറച്ചൊന്ന് തോന്നി നമ്മൾ തരക്കടില്ല എന്നൊന്ന് തോന്നിയപ്പോ ആ യാത്രയിൽ പരീക്ഷണങ്ങളാണ് ഉണ്ടായത്. ചുരുക്കി പറയട്ടെ, സഹാബിയായ അബൂ വഖീദ് ലൈസി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുന്ന കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? മുഹാജിരീങ്ങളുണ്ട്, അൻസാരികളുണ്ട്. അവരൊക്കെ കറകളഞ്ഞ സഹാബിമാരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിരീകൾ പിന്നീട് അവിടെ എത്തിയതിന്റെ ശേഷം കുറെ കാലം അവിടെ താമസിച്ച് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് പിന്നെ മക്കം ഫത്ഹിന് വേണ്ടി മുഹാജിറുകളും അൻസാറുകളും കൂടി മക്കയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ഈമാൻ ഉറച്ച നല്ല ദൃഢതയുള്ള സഹാബിമാർ ആ കൂട്ടത്തിലുണ്ട് ഹുനൈനിലേക്ക് പോകുന്നവരിൽ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്ക ജയിച്ചടക്കിയതിന്റെ ശേഷം ഇനിയിപ്പോ ഇസ്ലാമിലേക്ക് എന്തായാലും കടന്നു വരാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന നിലക്കും അങ്ങനെയുള്ള കാരണങ്ങളാൽ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ആ 12,000 ആ വരുന്ന സംഘത്തിൽ. അങ്ങനെ ഈ സഹാബി ആ രംഗം വിവരിക്കുകയാണ്. ഞങ്ങൾ കുഫറിനോട് തൊട്ടടുത്ത കാലക്കാരായിരുന്നു ഞങ്ങളിൽ പലരും. ആ കൂട്ടത്തില് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഹുനൈനിലേക്കുള്ള യാത്രാവേളയിൽ വഴിക്ക് വെച്ചൊരു സംഭവം കാണുന്നു. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ, വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ, മുശ്രിക്കീങ്ങൾക്ക് ഒരു സിദ്റയുണ്ടായിരുന്നു. സിദ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇലന്തമരം. ഒരു ഇലന്തമരം അറബ് നാട്ടിലുണ്ടാകുന്ന ഒരു വൃക്ഷമാണ് ഇലന്ത വൃക്ഷം, ഇലന്തമരം. ആ മരം അവരെന്തിനാ ഉപയോഗപ്പെടുത്തിയിരുന്നത്? ആ മരത്തിന്റെ അടുക്കൽ അവർ ഭജനമിരിക്കാറുണ്ട്. ഒരു പുണ്യമരാണ്, ഒരു പുണ്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു മരാണ്, ഒരു ബറക്കത്തുള്ള ഒരു മരമായിട്ടാണ് അവർ കാണുന്നത്. ആ മരത്തിന്റെ ചുറ്റും അവർ ഇത്തികാഫിരിക്കാറുണ്ട്. അവർക്ക് വേറൊരു പരിപാടിയുണ്ട്. യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ മറ്റു അവസരങ്ങളിലൊക്കെ അവരുടെ വാളുകളൊക്കെ അയിമൊന്നിങ്ങനെ തൂക്കിയിടും കുറച്ചു നേരം, എന്നിട്ട് ചാർജ് ചെയ്ത് എടുക്കലാണ്. ആ മരത്തുമ്മ വാളൊന്നും കൊളത്തി കുറച്ചേരം ഇട്ടിട്ട് എടുത്താ പിന്നെ അതുകൊണ്ട് പോയാ പിന്നെ വലിയ ബർക്കത്താണ്, പിന്നെ യുദ്ധം ജയിക്കുന്നതാണ് അവരുടെ വിശ്വാസം. ആ നിലക്ക് ഇങ്ങനെ ആ മരത്തിന് പറയപ്പെട്ടിരുന്ന പേര് ദാത്തു അൻവാത്ത് എന്നായിരുന്നു ആ മരം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആ ഒരു സിദറയുടെ ഇലന്ത മരത്തിന്റെ അരികിലൂടെ അങ്ങനെ നടന്നുപോയി. അപ്പൊ മുശ്രിക്കുകളൊക്കെ അങ്ങനെ വാളൊക്കെ അങ്ങനെ കൊളത്തിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ആ വൃക്ഷത്തോട് വലിയ ആദരവും ബഹുമാനമൊക്കെ കാണിച്ച് അവിടെ ചുറ്റും കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. ഫഖുൽനാ, അവ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. കണ്ടില്ലേ നബിയെ, ഇവർക്കൊക്കെ തൂക്കിയിട്ടാൽ വലിയ ബർക്കത്ത് കിട്ടുന്ന ഒരു മരണ്ട്, അതുപോലത്തെ ഒരു മരം നമുക്ക് നിശ്ചയിച്ചതാ. നമ്മളിപ്പോ യുദ്ധത്തിന് പോവില്ലേ, അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മരണ്ട്, അതേപോലെ നമുക്കും ഒരു മരം നിശ്ചയിച്ച് തന്നാ നന്നായിരുന്നു. അങ്ങനെ വാളൊക്കെ കൊളുത്തിടാനും തൂക്കിയിടാനും ഒക്കെ ഒരു മരം, ഒരു ബർക്കത്തെടുക്കാൻ പറ്റുന്ന ഒരു മരം നബിയെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം. ഇതാണ് ഒരു കൂട്ടം ആളുകൾ ഈ സംഘത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ടപാടെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം? വലിയൊരു മഹാകാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന, ഒരു സന്തോഷം തോന്നുന്നു, അല്ലാഹു അക്ബർ എന്നാണോ? അല്ല, നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിൽ അബദ്ധം സംഭവിച്ചു പോയി. അല്ലാഹു അക്ബർ, അല്ലാഹ് ഏറ്റവും വലിയവനാണ്. ഇന്നഹസ്സുനൻ, രണ്ടാമത് പറഞ്ഞു ഇന്നഹസ്സുനൻ, ഇത് ചില ആളുകളുടെ നടപടിക്രമമാണ്, ഇത് ചില ആളുകളുടെ സമ്പ്രദായമാണ്. അഥവാ അവിടുന്ന് പറഞ്ഞല്ലോ നിങ്ങൾ മുൻഗാമികളുടെ സമ്പ്രദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ?
അതേ പിഴച്ച കക്ഷികളുടെ ചര്യയാണല്ലോ നിങ്ങൾ ഈ ചോദിക്കുന്നത്. ഖുൽതും, നിങ്ങൾ പറഞ്ഞല്ലോ, വല്ലദീ നഫ്സീ ബിയദിഹി, അതെ, ആ സമൂഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ആ സമ്പ്രദായമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചോദിച്ചത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് കമാ ഖാലത്ത് ബനൂ ഇസ്രായീല ലിമൂസാ, ഖുൽതും കമാ ഖാലത്ത് ബനൂ ഇസ്രായീല ലിമൂസാ, ഇസ്രായേൽ സന്തതികൾ മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങളുടെയും ഈ പറയൽ. എന്താ ഇസ്രായേൽ മക്കൾ മൂസ നബിയോട് ചോദിച്ചത്? ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ, അവർക്കൊക്കെ ഇലാഹുകൾ ഉള്ളതുപോലെ മൂസ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചതായോ എന്ന് അവര് പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങളുടെയും വർത്തമാനം. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വളരെ വിഡ്ഢികളായ ജനത തന്നെയാണെന്ന് അന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞല്ലോ. അത് തന്നെയാണ് എനിക്കും നിങ്ങളോടും പറയാനുള്ളത്. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിന്റെ ചര്യകളെ നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും, നിങ്ങളും അതിന്റെ പിന്നാലെയാവുക തന്നെ ചെയ്യും, നിങ്ങളും അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ ഗുണദോഷിക്കുന്നു. കണ്ടോ, തുല്യമായ സംഭവമാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ വാസ്തവത്തിൽ അവര് എന്താ ചോദിച്ചത്? അള്ളാഹിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കൊരു മരം വേണമെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്കൊരു ഇലാഹിനെ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചതാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ചോദ്യത്തോടാണ് ഇവിടെ സഹാബിമാരുടെ ഈ ചോദ്യത്തെ അള്ളാഹിന്റെ റസൂല് ഉപമിച്ചത്. ഒരു ഇലാഹിനെ ചോദിക്കുന്നത് പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പുറമെ ഇങ്ങനെ നിങ്ങൾക്ക് ബർക്കത്താശിക്കുന്ന, ഗുണം കിട്ടാൻ ഉദ്ദേശിക്കുന്ന, ദോഷം ഭയപ്പെടുത്തുന്ന, ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒരു പുണ്യമരം നിങ്ങൾക്ക് നിശ്ചയിച്ചു തരണം എന്ന ചോദ്യം ബനൂ ഇസ്രായേല്യർ മൂസ നബി അലൈഹിസ്സലാമിനോട് ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചതാന്ന് പറയുന്നതിനോട് തുല്യപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അവ എത്ര ഗൗരവമാണ്! ശിർക്കിന്റെ ചോദ്യമാണ് ആ ചോദിച്ചത്. ഇന്നും കാണാം ബർക്കത്തെടുക്കാനുള്ള ചില മരങ്ങളൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ചില സ്ഥലങ്ങൾ, ചില മതിലുകൾ, ചില ഗുഹകൾ, ചില മരങ്ങൾ. ആ മരങ്ങള് വള്ളി, നമ്മുടെ കേരളത്തിലൊക്കെ പാലക്കാട് ജില്ലയിൽ ഒരു വള്ളി ഔലിയ, വള്ളി ഇങ്ങനെ ചെടിയുടെ വള്ളി ഇങ്ങോട്ട് തടിച്ചത് വളർന്നിങ്ങനെ ഇങ്ങോട്ട് വല്ല മരമ്പാമ്പ് പൂണമായി ഇങ്ങനെ പടർന്നു പോയിരിക്കുകയാണ്. അതിന്മേലാണ് സർവ്വ തൊട്ടിലും, കുട്ടികളെ തൊട്ടിലും, അതുപോലെ തന്നെ പിന്നെ ജാറം മൂടലും, അയിമ കൊടുന്ന മൂടലും ഒക്കെ. അതെന്താ? പുണ്യമരാണ്, പുണ്യമരം. പല സ്ഥലങ്ങളിലുണ്ട് ഇതുപോലത്തെ പുണ്യവൃക്ഷങ്ങൾ. അതിന്റെ ഇല കഴിച്ചാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് തടവിയാൽ, അതിനെ കെട്ടിപ്പിടിച്ചാൽ. പണ്ട് മമ്പറത്തുണ്ടായിരുന്നു ഒരു ഗർഭമുള്ള തെങ്ങ്, ഗർഭമുള്ള മാവ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ആ മാവിന്റെ ഭാഗം ഒന്നിങ്ങനെയാണ് പൊന്തിയിട്ടായിരുന്നു. കുട്ടികളില്ലാത്തവരെ കൈമ വന്നിട്ട് ഒന്നും കെട്ടിപ്പിടിച്ചാൽ പിന്നെ ഉണ്ടാവും എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ കല്ലുകളുണ്ട്. പെരിന്തൽമണ്ണക്കടുത്ത് മണ്ണാർക്കാടേക്ക് പോകുന്ന റോഡ് സൈഡിൽ തന്നെ കാണാം നാട്ടുകൽ മഖാം. അതൊരു ജാറത്തിലെ കല്ല് ഇങ്ങനെ വളർന്നപ്പോ അതിയെ പോകുന്ന ഒരു ഔലിയപ്പാപ്പ ഒരു തട്ടങ്ങട് കൊടുത്തു, അഞ്ഞി വല്ലാതെ പൊങ്ങണ്ടാന്ന് പറഞ്ഞപ്പോ ഒരു മുറി ഇങ്ങോട്ട് താഴത്തേക്ക് ചാടി. ആ താഴത്തേക്ക് ചാടിയത് റോട്ടുമ്പോൾ ഇങ്ങനെ കിടത്തിയിട്ടിട്ടുണ്ട്. അയിമ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ചവിട്ടരുത്. വൈമാരും ചവിട്ടൂല. ബസ്സിനും ലോറിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ അയിമ ബർക്കത്തോടെ അവിടെ ഇങ്ങനെ പോയിട്ട് ബഹുമാനിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ആ കല്ലിന്റെ അവിടെ പോയിട്ട് പെട്ടിയിൽ പൈസ ഇട്ട് പോരുക. വേറെ ചില സ്ഥലങ്ങളിൽ പോയാൽ അങ്ങനെ കുറെ സ്ഥലങ്ങൾ, അങ്ങനെ വേറെ ഖബറുകളുടെ ഉള്ളിൽ, അതുപോലെ തന്നെ മഖബറകൾ, അതിന്റെ അകത്തേക്ക് വെള്ളം ഇട്ട് വെച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. കറാമത്ത് ചാർജ് ചെയ്തു, ഇങ്ങോട്ട് എടുത്തു. തുണിയായി മണ് കൊളത്തിയായിട്ട് ചാർജ് ചെയ്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ വെച്ചു, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എടുത്തു. ഇങ്ങനെ പുണ്യം ആശിച്ചുകൊണ്ട് നടക്കുന്ന പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഇന്നും കാണാം. ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പുണ്യവൃക്ഷം ആവശ്യപ്പെട്ടതിനെ ഇസ്രായേൽ മക്കൾ ഒരു ഇലാഹിനെ ചോദിച്ചതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചതെങ്കിൽ, അതിനോട് കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചതെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞത്. അല്ലാഹു അക്ബർ.
കാരണം എന്താ? കാരണം അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന തൗഹീദ് ഉറച്ച ഒരു യഥാർത്ഥ മുഅ്മിനിന് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോ മൂക്കത്ത് വിരൽ വെച്ചിട്ട് അവൻ പറഞ്ഞു പോകും, അല്ലാഹു അക്ബർ, എന്താണ് ഈ ചെയ്യുന്നത്, എന്താണ് ഈ ചെയ്യുന്നത്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, വിഡ്ഢികളായ ജനങ്ങളല്ലേ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്തൊരു പണിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അത് ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും വഴിക്ക് വെച്ച് പിന്നെയും ഈ കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗൗരവത്തോടുകൂടെ ആ സമൂഹത്തെ ഗുണദോഷിക്കുകയുണ്ടായി. ഇനി ആ യാത്ര കഴിഞ്ഞ് അവരെങ്ങനെ പോയി? പിന്നീട് അവരുടെ ജീവിതത്തിനിടക്കുണ്ടായ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിനെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുവരെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്, നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വേദഗ്രന്ഥം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതുവരെയുമായി അല്ലാഹു ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ പ്രത്യേകമായ സാഹചര്യമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുക്കാൻ പോകുന്നു. ആ തൗറാത്ത് വാങ്ങാൻ വേണ്ടി അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ എന്തു വേണം? ഒരു 30 ദിവസം, ആദ്യം ഒരു 30 ദിവസമാണ് വാഗ്ദത്തം ചെയ്തത്, നിശ്ചയിച്ചത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കാരണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പിന്നീട് നാം അത് ഒരു 10 കൂടെ കൂട്ടിയിട്ട് 40 ആക്കാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 142-ാമത്തെ ആയത്തിൽ പറയുന്നു, വവഅദ്നാ മൂസാ 30 ലൈല വവഅദ്നാ മൂസാ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്ർ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല وقال موسى لأخيه هارون اخلفني في قومي وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. وواعدنا موسى, അല്ലാഹു പറയാണ്, വവാഅദ്നാ മൂസ, മൂസയോട് നാം നിശ്ചയം ഒരു കരാർ നടത്തി, ഒരു വാഗ്ദാനം നടത്തി. 30 ലൈല, ഒരു 30 രാത്രി, അഥവാ അതിനുവേണ്ടിയുള്ള ഒരുക്കാണ്. 30 ദിവസം നോമ്പെടുത്തു, 40 ദിവസം നോമ്പെടുത്ത് ധ്യാനത്തിലും മറ്റുമൊക്കെ ആയിട്ട് വിശുദ്ധമായ തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള മുന്നോടിയായിട്ടുള്ള ആ ഒരുക്കങ്ങളാണ്. അങ്ങനെ അല്ലാഹു തആല 30 ആദ്യം പറഞ്ഞു, അവയെ നാം പൂർത്തിയാക്കുകയും ചെയ്തു. 10 കൂടെ കൂട്ടിയിട്ട് അങ്ങനെ തന്റെ രക്ഷിതാവിന്റെ നിശ്ചയ സമയം തികഞ്ഞു. 40 ലൈലത്തൻ, എത്ര തികഞ്ഞു? 40 ദിവസം തികഞ്ഞു. ആദ്യം 30 എന്നാ പറഞ്ഞത്, പിന്നീട് 10 കൂടെ കൂട്ടിയിട്ട് 40 കൽപ്പിച്ചത്. അങ്ങനെ 40ന്റെ ശേഷം അങ്ങനെ 40 ദിവസത്തെ കാര്യത്തിനാണ് അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെടുന്ന വേളയിൽ മൂസാ നബി അലൈഹി സ്വലാമിന് അറിയാം തന്റെ കൂടെയുള്ള ഖൗമിന്റെ അവസ്ഥ. ഒപ്പം ആൾ ഉണ്ടായാൽ തന്നെ കുഴപ്പമാണ് അവർക്ക്. അത്ഭുതങ്ങളൊക്കെ കണ്ടതാ, എന്നിട്ടും വഴിക്ക് വെച്ച് ശിർക്കിന് പിന്നെയും ചോദിച്ചതാ. പലതും കുഴപ്പക്കാരാണ്, പറഞ്ഞാൽ കേൾക്കൂല. ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കും. ഒക്കെ ചെയ്യാതിരിക്കാനാ ചോദിക്കുക. അത് ഒരുപാട് കഥകളിഞ്ഞ് വേറെ വരുന്നുണ്ട്. എന്തെങ്കിലും ആയിട്ട് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ 10 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. ചെയ്യാതിരിക്കാനാണ്. അങ്ങനെ ഒരു ചോദ്യ കമ്പനിയായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ അങ്ങനെ ചോദിച്ചു നടക്കും. അതുപോലെ തന്നെ പല അനുസരണക്കേടുണ്ട്, പറഞ്ഞതൊന്നും കേൾക്കൂല, വിപരീതം പ്രവർത്തിക്കും, നന്ദികേട് കാണിക്കും, നിഅമത്തുകളൊന്നും ഓർക്കൂല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ജനതയാണിതിൽ നല്ലൊരു വിഭാഗമുള്ളതെന്ന് അറിയാവുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടിയുള്ള പുറപ്പാടിന്റെ ദിവസത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നേരത്തെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു സഹായിയുമുണ്ടല്ലോ, സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാമിനെ തന്റെ അസാന്നിധ്യത്തിൽ ഖലീഫയായി പ്രതിനിധിയാക്കി നിശ്ചയിച്ചുകൊണ്ടാണ് മഹാനായ മൂസാ അലൈഹിസ്സലാം യാത്ര പുറപ്പെടുന്നത്. സഹോദരനോട് പറയാണ്, വഖാല മൂസാ ലി അഖീഹി ഹാറൂൻ ഉഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. മൂസ തന്റെ സഹോദരനായ ഹാറൂനിനോട് പറഞ്ഞു, ഉഖ്ലുഫ്നി ഫീ ഖൗമി,
എന്റെ ജനതയിൽ എന്റെ സാന്നിധ്യത്തിൽ നീ ഖലീഫയാകണം, ഇവിടെ ഉണ്ടാവണം വരെ കാര്യമൊക്കെ നോക്കണം. വാസിലിഹ് നീ കാര്യങ്ങളൊക്കെ നന്നാക്കണം. കാരണം ഒരു കുഴപ്പമുണ്ടാക്കും. അസ്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കുക, കേട് വരുമ്പോഴാണല്ലോ നന്നാക്കേണ്ടി വരിക. അപ്പൊ അസ്ലിഹ് നീ ഇസ്ലാഹ് നടത്തണം, നന്നാക്കണം. വലാ തത്തബിഅ് സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുകയും ചെയ്യരുത്. ഫസാദ് ഉണ്ടാക്കുന്ന ജനങ്ങൾ ഫസാദ് ഉണ്ടാക്കുമ്പോ അതിന് പിന്നാലെ കൂടരുത്, അവരെ നന്നാക്കിക്കൊള്ളണം എന്നിങ്ങനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു പോകുന്ന അവസരത്തിൽ വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക ഖാല ലൻ തറാനീ ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. സൂറത്തുൽ അഅറാഫ് 143-ാമത്തെ ആയത്ത്. അല്ലാഹു തആല അവിടെ എന്താ പറയുന്നത്? വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ, നിശ്ചയം പൂർത്തിയാക്കി മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ, നമ്മുടെ അടുക്കൽ മൂസ വന്നപ്പോൾ, നമ്മുടെ നിശ്ചയിച്ച ആ ദിവസം പൂർത്തിയാക്കിയിട്ട് മൂസ നമ്മുടെ അരികിൽ വന്നപ്പോൾ വകല്ലമഹു റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ, കല്ലമഹു റബ്ബുഹു, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സംസാരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ തവണ സംസാരമാണ്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഈ സംസാരം. ഒന്ന്, മദിയനിലേക്ക് പോയി അവിടെ നിന്ന് കുടുംബസമേതം ഒരുപാട് കാലത്തെ താമസത്തിന്റെ ശേഷം കുടുംബസമേതം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ തീ കണ്ടപ്പോൾ തീയുടെ ആവശ്യാർത്ഥം സീനാ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് പോയപ്പോ മൂസാ, നീ വിശുദ്ധ താഴ്വരയിലാണ്, ചെരുപ്പഴിച്ചു വെച്ചിട്ട് കയറി വരണം, നീ ഇപ്പൊ പവിത്രമായ താഴ്വരയിലാണുള്ളത്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ വ അനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ സംസാരം അവിടുന്ന് കേട്ടതാ. ഇതിപ്പോ രണ്ടാമത്തെ സംസാരം. ഇതിപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈജിപ്തിൽ വന്ന് ഫറോവയുമായി ബന്ധപ്പെട്ട ദഅവത്തുകളും കാര്യങ്ങളും അവരെ നശിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് കടൽ കടന്ന് വന്ന് പിന്നീട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് സീനാ പർവ്വതത്തിൽ എന്ന് കേൾക്കുന്നതാണ് രണ്ടാമത്തെ വർത്തമാനം. ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു എന്തു പറഞ്ഞത്? വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, അള്ളാഹു മൂസയോടൊരു സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വഹയി കൊടുക്കുന്ന രൂപത്തെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറയിലെ 51-ാമത്തെ ആയത്തിൽ 3 വിധത്തിലാണ് അല്ലാഹു ഈ രൂപത്തിലുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അമ്പിയാക്കൾക്ക് കൈമാറുക എന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബ് ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇذനിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം. വമാ കാന ലിബശരിൻ, ഒരു മനുഷ്യനോടും തന്നെ അൻ യുകല്ലിമഹുല്ലാഹ്, അല്ലാഹു സംസാരിക്കുകയില്ല. ഏതൊക്കെ നിലക്കാണ് റബ്ബിന്റെ വഹയികൾ ഉണ്ട്? ഒന്നുമില്ല വഹയൻ, വഹയായിട്ട്, അഥവാ സ്വപ്നത്തിലോ ഉണർച്ചയിലോ ഒക്കെ മനസ്സിൽ, ഒന്നുകിൽ സ്വപ്നത്തിൽ മനസ്സിൽ തോന്നിപ്പിക്കും, അല്ലെങ്കിൽ മനസ്സിൽ തോന്നിപ്പിക്കും ഉണർച്ചയിൽ. ഇതൊരു വഹിയാണ്. ഇങ്ങനെ അല്ലാഹ് സംസാരിക്കും. ഔ മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ ഒരു മറക്കപ്പുറത്ത് നിന്ന് സംസാരിക്കും. ഈ രണ്ടാമത് പറഞ്ഞ സംഭവമാണ് ഇവിടെ ആരുടെ കാര്യത്തിൽ ഉണ്ടായത്? മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ ഉണ്ടായത്. മൂന്നാമത് പറയണം ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യും? റസൂലിനെ പറഞ്ഞയച്ചിട്ട് ഫയൂഹിയ ബിഇذനിഹി മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ അനുമതി പ്രകാരം വഹി കൊടുക്കും. അതാണ് മറ്റ് അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് അവർക്ക് വഹി.
ഇന്നഹു അലിയുൻ ഹകീം, നിശ്ചയം അല്ലാഹു ഉന്നതനാണ്, അഗാധമായി ജ്ഞാനമുള്ളവനാണ്. സൂറത്തു ശൂറ 51-ാമത്തെ ആയത്തിൽ ഈ 3 രൂപവും പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേനുമാണ് ഇവിടെ നടന്നത് എന്നർത്ഥം. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനല്ലാതെ ഉണ്ടായിട്ടുമില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു എന്നാണല്ലോ പറയുന്നത്. എങ്ങനെ അള്ളാഹുടെ സംസാരം? അത് നമുക്ക് പറയാൻ കഴിയൂല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോന്നും എങ്ങനെയെന്ന് അള്ളാഹ് വിശദീകരിച്ചു തരുന്നതിനപ്പുറം നമുക്കൊന്നും പറയാൻ കഴിയൂല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സൃഷ്ടികളുടേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് അള്ളാഹു. ഒരു സാമ്യതയും ഇല്ല. എന്നാ പിന്നെ എങ്ങനെയാണ് അവൻ അനുയോജ്യമായ നിലക്ക് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അടിയുറച്ച് വിശ്വസിക്കുന്നു. ഏത് കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇറങ്ങുന്നു? സൃഷ്ടികൾ ഇറങ്ങും പോലെയാണെന്ന് വിശ്വസിക്കാവോ, ചിന്തിക്കാവോ? പാടില്ല. മറിച്ച് അല്ലാഹുവിന് അനുയോജ്യമായ നിലക്ക് അവൻ ഇറങ്ങുന്നു. അള്ളാഹു ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു വരും എന്ന് വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന് ഖുർആനിലുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ വിരലുകൾ എന്നുണ്ട്, അള്ളാഹുവിന്റെ കൈ എന്നുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതൊന്നും സൃഷ്ടികളുടേതുമായി യാതൊരു സാമ്യമോ ബന്ധമോ ഇല്ല. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിയുറച്ച വിശ്വാസം. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എങ്ങനെയാണ് അള്ളാഹു സംസാരിച്ചത് അത് നമുക്കറിയില്ല. പക്ഷെ സംസാരിച്ചു എന്ന അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുന്നു. സംസാരിച്ചിട്ടില്ല എന്ന് പറയാവോ? ഇല്ല. അത് സൃഷ്ടികളെ ഏർപ്പാടാണ് സംസാരിക്കല്. അപ്പൊ അള്ളാഹ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹിനെ പറ്റി ഒരു കുറ്റം പറയലായി പോകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചില കക്ഷികൾ പറയുന്നുണ്ട്. അത് ശരിയല്ല. അള്ളാഹു പറഞ്ഞത് അള്ളാഹ് സംസാരിച്ചു എന്നാണ്. പക്ഷെ എങ്ങനെ സംസാരിച്ചു നമുക്കറിഞ്ഞൂടാ. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അള്ളാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു. അപ്പൊ റബ്ബിന്റെ ഈ ശബ്ദം, റബ്ബിന്റെ ഈ സംസാരം വളരെയേറെ ഒരു മഹാഭാഗ്യാണല്ലോ ഈ കിട്ടിയത്. ആ മഹാഭാഗ്യം വീണ്ടും തനിക്ക് കൈവന്ന നേരത്ത് അവിടെ വെച്ച് തൗറാത്തിന് വാങ്ങാൻ പോയ മൂസാ നബി അലൈഹിസ്സലാം ജീവിതത്തിലതാ രണ്ടാമത്തെ തവണയും ആ മനോഹരമായ ആ സംസാരം അങ്ങ് കേട്ട അവസരത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉദിക്കുകയാണ്. ഈ ശബ്ദത്തിന്റെ ഉടമയെ, റബ്ബിനെ എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണാമോ? ആ ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ വെക്കുകയാണ്. ആ സമയത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നു, വകല്ലമഹു റബ്ബുഹു, അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഖാല മൂസാ അലൈഹിസ്സലാം അവിടെ വെച്ച് തേടുകയാണ്, റബ്ബി അരിനീ അൻദുർ ഇലൈക്, എന്റെ രക്ഷിതാവേ അരിനീ, നീ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തായോ, അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു ആ ചോദ്യത്തെ ആക്ഷേപിച്ചൊന്നും പറഞ്ഞില്ല. എന്ത് വിഡ്ഢിത്താ മൂസാ നീ ചോദിക്കുന്നതൊന്നും ആക്ഷേപിച്ചില്ല. വിവരക്കേടെന്നോട് പറയരുതെന്നും പറഞ്ഞില്ല. മറിച്ച് അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഈ ലോകത്തുള്ള സംവിധാനങ്ങളും ഈ ലോകത്ത് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള അവന്റെ ബാഹ്യേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോ ഈ ലോകത്തിന്റെ ചില നടപടിക്രമങ്ങളും ഇവിടെയുള്ള ചില സ്വഭാവങ്ങളും വെച്ച് നോക്കുമ്പോ എന്നെ കാണാൻ കഴിയൂല, ഇവിടെ വെച്ച് കാണാൻ കഴിയൂല. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്തത്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാഹു തആല പറഞ്ഞു, ഖാല, അല്ലാഹു പറഞ്ഞു, മൂസാ ലൻ തറാനി, ലൻ തറാനി, നിനക്കെന്നെ കാണാനാവില്ല, നിനക്കെന്നെ കാണാനാവില്ല. എന്നാൽ വലാകിൻ, പക്ഷേ നീ ഒരു കാര്യം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, നിന്നേക്കാൾ പവറുള്ള, നിന്നേക്കാൾ ഉറപ്പുള്ള, നിന്നേക്കാൾ ഭീമാകാരമായ പർവ്വതമല്ലേ നിന്റെ മുമ്പിൽ ഈ കാണുന്നത്. വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നീ ഒന്ന് നോക്കിക്കോ. ഫഇനിസ്തഖറ മകാനഹു, ആ പർവ്വതം അവിടെ തന്നെ നിലനിൽക്കുന്നതായിട്ട് നീ കാണുന്നുവെങ്കിൽ ഫസൗഫ തറാനി, നിനക്കും എന്നെ കാണാൻ കഴിയും. ആ പർവ്വതം അവിടെ തന്നെ ഉണ്ടോ? ഞാൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ആ പർവ്വതത്തെ നീ നോക്കി, ആ പർവ്വതം അവിടെ തന്നെ ഉണ്ടോ? എന്നാ നിനക്കും എന്നെ കാണാം. വലാകിൻ ഇൻദുർ ഇലൽ ജബലി ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, അങ്ങനെ റബ്ബ് ഫലമ്മാ തജല്ലാ റബ്ബുഹു,
മൂസാ അലൈഹിസ്സലാമിന്റെ റബ്ബ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വെളിവായപ്പോൾ, ലിൽ ജബലി പർവ്വതത്തിൽ അങ്ങ് വെളിവായപ്പോൾ, എങ്ങനെയാ റബ്ബ് വെളിപ്പെട്ടത്? അതും നേരത്തെ പറഞ്ഞതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് എങ്ങനെ വെളിപ്പെട്ടു നമുക്കറിഞ്ഞുകൂടാ. അത് റബ്ബിന് അനുയോജ്യമാകുന്ന നിലക്ക്, അവന്റെ മഹത്വത്തിനൊരിക്കലും ഒരു നിലക്കുമുള്ള കോട്ടം വരാത്ത നിലക്കുള്ള, അവന് യോജിക്കുന്ന നിലക്ക് അവൻ വെളിപ്പെട്ടിരിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതല്ലാതെ അവൻ എങ്ങനെ വെളിപ്പെട്ടു, അതെങ്ങനെ സംഭവിച്ചു, എന്താ അതിന്റെ രൂപം ഭാവം എന്നൊന്നും ചർച്ച ചെയ്യാനേ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഏതോ ആവട്ടെ, ചുരുക്കി പറഞ്ഞാൽ ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി, ആ പർവ്വതത്തിൽ റബ്ബങ്ങ് വെളിവായപ്പോൾ, ജഅലഹു ദക്കാ, പർവ്വതത്തെ അതങ്ങ് പൊടിയാക്കി കളഞ്ഞു. കാണാല്ല, പർവ്വതം തകർന്നു പോയി. ഇത്ര ഉറപ്പുള്ള പർവ്വതത്തിന് താങ്ങാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ കാണാൻ കഴിയാം? വജഅലഹു ദക്കാ, അതങ്ങ് പൊടിയായി മാറുകയാണ്. ഫഖറ മൂസാ സഇഖാ, ഈ കാഴ്ചയങ്ങ് കണ്ട വേളയിൽ മൂസാ അലൈഹിസ്സലാം അബോധാവസ്ഥയിൽ അങ്ങ് നിലംപതിച്ചു. താങ്ങാനായില്ല, ആ കാഴ്ച പോലും താങ്ങാനാവാതെ മൂസാ നബി അലൈഹിസ്സലാം പ്രജ്ഞയേറ്റ് ബോധമറ്റുകൊണ്ട് നിലംപതിക്കുകയാണ്. വഖറ മൂസാ സഇഖാ. തുടർന്ന് എന്താ ഉണ്ടാകുന്നത്? ഫലമ്മാ അഫാഖ, അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ, ഫലമ്മാ അഫാഖ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. സുബ്ഹാനക, നീ പരിശുദ്ധൻ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഞാൻ നിന്നെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചത് എനിക്ക് നിന്നിൽ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, ആ നിലക്ക് നിനക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയൂല അത് വിചാരിച്ചിട്ടുമല്ല. എന്റെ ഈമാനിന് എനിക്ക് യാതൊരു ഭംഗവുമില്ലെന്ന് നിനക്കറിയാമല്ലോ. വഅന അവ്വലുൽ മുഅ്മിനീൻ, ശരിക്കും വിശ്വസിച്ച മുഅ്മിനീങ്ങളിൽ ഒന്നാമൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും. അല്ലാഹുവിനോട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ ശേഷം സംസാരിക്കുകയാണ്. ആ കാര്യം അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ അല്ലാഹുവിന്റെ മഹത്വത്തിനും അവന്റെ പരിശുദ്ധിക്കും യോജിക്കുന്ന നിലക്ക് അവൻ വെളിപ്പെട്ടപ്പോ, അല്ലാഹുവിന്റെ ആ പ്രകാശം, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പ്രകാശം, അതിന്റെ ഒരു മറണ്ട്. ആ മറയങ്ങ് വെളിവായാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തആല തന്നെ അവന്റെ റസൂലിന് അറിയിച്ചു കൊടുത്തൊരു കാര്യമാണ്. അതെന്താ? ഹിജാബുഹുൻ നൂർ ലൗ കശഫഹു ലഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറുഹു. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അള്ളാഹുവിന്റെ ഒരു മറ, ആ മറ അങ്ങോട്ട് നീങ്ങിയിട്ട് വെളിപ്പെടുത്തിയാൽ, അവനങ്ങ് തുറന്നു വിട്ടാൽ, ആ പ്രകാശത്തെ അങ്ങ് തുറന്നു വിട്ടാൽ, എന്താ സംഭവിക്കുക? അവന്റെ മുഖത്തിന്റെ ആ പ്രകാശം ഇവിടെയുള്ള സൃഷ്ടികളെ മുഴുവൻ കരിച്ചു കളയും, താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബിനെ ഇവിടെ വെച്ച്, ലോകത്ത് വെച്ച്, ഈ ലോകത്ത് വെച്ച് ഒരാൾക്കും അല്ലാഹനെ കാണാൻ കഴിയൂല, താങ്ങാൻ കഴിയൂല, അത് കാണാൻ കഴിയൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേഷ്യപ്പെട്ടോ? ഒന്നും സംഭവിച്ചില്ല. ആ ചോദ്യം കഴിഞ്ഞതിന്റെ ഉടനെയും ഇതൊക്കെ സംഭവിച്ചതിന്റെ ശേഷം അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഖാല യാ മൂസാ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. അല്ലാഹു തആല മൂസയോട് വിളിച്ചു പറഞ്ഞു, മൂസാ ഇന്നി ഇസ്തഫൈതുക അലന്നാസ്. സൂറത്തുൽ അറാഫിലെ 144-ാമത്തെ ആയത്ത്. ഇന്നി ഇസ്തഫൈതുക അലന്നാസ്, ഞാൻ ജനങ്ങളുടെ മേൽ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിനക്ക് ഉന്നതമായ പദവി ഞാൻ നൽകുകയാണ്. ബിരിസാലാത്തി, എന്റെ ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടും, വബി കലാമി, എന്റെ സംസാര മുഖേനയും ഒക്കെ നിനക്ക് ഉന്നതമായ സ്ഥാനം തരികയാണ് ഞാൻ. അതുകൊണ്ട് ഫഖുദ് മാ ആതൈതുക, ഞാൻ നിനക്ക് നൽകുന്നത് നീ മുറുകെ പിടിച്ചോളണം. വകും മിനശ് ശാകിരീൻ, നീ ഏറെ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ആയി ജീവിക്കണം. വകും മിനശ് ശാകിരീൻ എന്ന് അവിടെ വെച്ച് സന്തോഷത്തോടു കൂടെ പറയുകയാണ് ചെയ്തത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അഖീദയുമായി ബന്ധപ്പെട്ട, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം ഇതിൽ മനസ്സിലാക്കണം. അതായത് ഇവിടെ ലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയൂല എന്ന് അള്ളാഹ് പറഞ്ഞ ആ ആയത്തിന്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് ചില പഴച്ച കക്ഷികൾ പഴയ കാലത്തും ഇക്കാലത്തും വാദിക്കുന്നുണ്ട് അള്ളാഹുവിനെ സൃഷ്ടികൾക്ക് ഒരിക്കലും കാണാൻ കഴിയൂല, ഈ ലോകത്തൊന്നും മാത്രമല്ല പരലോകത്തൊന്നും കാണാൻ കഴിയില്ല. അത് ചില പഴച്ച കക്ഷികളുടെ വിശ്വാസമാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന യഥാർത്ഥത്തിലുള്ള ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷിയുടെ വിശ്വാസം ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല എന്നേ അള്ളാഹ് പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. മറിച്ച് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾക്ക് കാണാനും ആനന്ദിക്കാനും കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. 30-ലേറെ വരുന്ന, അല്ലെങ്കിൽ 30ഓളം വരുന്ന സഹാബിമാരിൽ നിന്നുള്ള ധാരാളക്കണക്കിന് റിപ്പോർട്ടുകളിലൂടെയും ആ സത്യം ഈ ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ ഈ ലോകത്ത് നിന്നുള്ള പല അവസ്ഥകളും മാറിയിട്ട് അവൻ ആ ലോകത്ത് നിന്ന് ഇവിടെ പരിചയമില്ലാത്ത പലതും മരണനേരം മുതൽ തന്നെ പലതും കാണുകയാണ്. നമ്മളിന്ന് വരെ മലക്കുകളെ കണ്ടു, പക്ഷെ മരണനേരത്ത് മലക്കുകളെ കാണൂലേ? അവരുടെ സംസാരം നമ്മൾ ഇതുവരെ കേട്ടണം, പക്ഷെ കേൾക്കേണ്ടി വരില്ലേ മരണത്തിന്റെ നേരത്തെ? പരലോകത്തെത്തുമ്പോ പലതും കാണൂലേ? അതല്ലേ മരണത്തിന്റെ വേളയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല വിശദീകരിച്ചപ്പോ പറഞ്ഞില്ലേ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. നീ ഇതിനെക്കുറിച്ചൊക്കെ വല്ലാത്ത അശ്രദ്ധയിലായിരുന്നു. ഇപ്പൊ ഈ കാണും കേൾക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും നിനക്ക് വലിയ ബോധം ഉണ്ടായിരുന്നില്ല. നീ വലിയ ഗഫലാനായിരുന്നു, അശ്രദ്ധയിലായിരുന്നു ഇതിന്റെ മുമ്പ്. പക്ഷേ നിനക്കുണ്ടായിരുന്ന ഭൗതിക ലോകത്തുണ്ടായിരുന്ന ആ മൂടിണ്ടല്ലോ, അതിപ്പോ നീക്കിയിട്ടുണ്ട്. നിന്റെ മൂടി നീക്കിയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് ഇന്നിപ്പോ നിന്റെ ഇന്ന് നിന്റെ കാഴ്ചയൊക്കെ ഹദീദ്, വളരെ മൂർച്ചയുള്ള കാഴ്ചയാണ്. പലതും കാണും, പലതും കേൾക്കും. അപ്പൊ ആ നിലക്കാണ് പരലോകം. ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അവിടെ പലതും കാണും കേൾക്കും. മാത്രല്ല അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ നിനക്കാത്തതും വിചാരിക്കാത്തതും കണക്കുകൂട്ടാത്തതുമായ പലതും അവിടെ അവർക്ക് വെളിപ്പെടുകയായി. അപ്പോ പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ കാഴ്ച അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ തൗഫീഖായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? മുഅ്മിനീങ്ങൾ കാണും. സൂറത്തുൽ ഖിയാമ അല്ലാഹു തആല പറയുന്നു, ചില മുഖങ്ങളെന്ന് നാദിറത്തുൻ, വളരെ പ്രസന്നമാണ്, ശോഭയുള്ള പ്രകാശം വഴിക്കുന്ന സുന്ദര മുഖങ്ങളാണ്. എന്തേ കാരണം? ഇലാ റബ്ബിഹാ, അവയുടെ റബ്ബിങ്കലേക്ക് നാദിറ, നോക്കിയത് കൊണ്ടാണ്. അവര് നോക്കുന്നു, അല്ലാഹനെ കാണുന്നു, അല്ലാഹുവിനെ അവർ നോക്കുകയാണ്, കാണുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കല്ലാ ഇന്നഹും റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. കാഫിറുകളെ കുറിച്ച് പറയാണ്, ഇന്നഹും റബ്ബിഹിം, നിശ്ചയം അവരുടെ റബ്ബിങ്കൽ നിന്നും ലമഹ്ജൂബൂന, മറയിടപ്പെടുന്നവർ തന്നെ. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിൽ തന്നെ തെളിവുണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹനെ നാളെ പരലോകത്ത് നിന്ന് കാണുന്നു. കാരണം എന്താ? കാഫിരീങ്ങൾക്ക് ആ മറയിടപ്പെടും എന്ന് പറയുമ്പോ പിന്നെ അതിന്റെ അർത്ഥം എന്താ? മുഅ്മിനീങ്ങൾക്ക് കാണാൻ പറ്റും. മഹാനായ ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഇത് തെളിവാക്കിക്കൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിനെ നമുക്ക് മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും ആയത്തുണ്ട്, സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകും. അല്ലാഹുവിനെ ഭയപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക്, നല്ല നിലക്കുള്ള ജീവിതം ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകും അൽ ഹുസ്ന, സ്വർഗ്ഗമുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം, സ്വർഗീയമായ ആനന്ദങ്ങൾ. അത് പറഞ്ഞിട്ട് അല്ലാഹ് നിർത്തിയില്ല, അവർക്കുണ്ട് വസിയാദ, വർദ്ധനവുണ്ട്. എന്താ ഈ സ്വർഗത്തിന്റെ പുറമെ ഒരു വർദ്ധനവ്? എന്താണ് ഈ സ്വർഗത്തിന്റെ ഒരു പുറമെ ഒരു വർദ്ധനവ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസിയാദ അന്നളറു ഇലാ വജ്ഹില്ലാഹി തബാറക വതആല. അല്ലാഹനെ കാണലാണ്, അല്ലാഹുവിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ കഴിയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീബ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്ന അൽ ജന്ന, സ്വർഗവാസികളൊക്കെ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു നമ്മെ തൗഫീക്ക് നൽകുമാറാകട്ടെ,
ഈ വിശുദ്ധമായ രാത്രിയിൽ നമ്മൾ ആമീൻ പറയുക, നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് തേടുക, അള്ളാഹുവേ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണേ, നിന്റെ സ്വർഗത്തിന് ഞങ്ങൾ അവകാശികളാക്കി മാറ്റണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ ദഖല അഹ്ലുൽ ജന്ന അൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അവരോടൊരു ചോദ്യം ചോദിക്കും, തുരീദൂന ശൈഅൻ നസീദുക്കും, ഇനി വേറെ വല്ലതും വേണോ നിങ്ങൾക്ക് ഇനി വല്ലതും ഞാൻ വർദ്ധിപ്പിച്ചു തരണോ, വല്ലതും ആവശ്യമുണ്ടോ? അപ്പൊ അവരൊക്കെ പറയും, മുഅ്മിനീങ്ങളൊക്കെ പറയും, അല്ലാഹ് ഇനി എന്ത് തരാനാ? അലം തുബയ്യിൽ വുജൂഹനാ, നീ ഞങ്ങളെ മുഖം വെളുപ്പിച്ച് ഞങ്ങളെ നീ വലിയ പ്രകാശം തന്നില്ലേ, ഞങ്ങളെ സുന്ദരന്മാരാക്കിയില്ലേ? അതേ മുഅ്മിനീങ്ങൾക്ക് നാളെ യൗമ തബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, മുഅ്മിനീങ്ങളുടെ മുഖമെന്ന് വെളുത്ത് വെളുത്ത് ശോഭിക്കുകയാണ്. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വതസ്വദ്ദു വുജൂഹ്, അതേ നിഷേധികളുടെയും തമ്മാടികളുടെയും മുഖമങ്ങ് കറുത്തിരുണ്ടു പോകുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിനോട് അവർ ചോദിക്കും, അല്ലാഹ് നീ ഞങ്ങളുടെ മുഖമൊക്കെ പ്രസന്നമാക്കി തന്നില്ലേ, അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, വതുൻജീനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തല്ലോ. അതന്നെ മതിയല്ലോ റബ്ബേ, ഇനി എന്താ പിന്നെ? ആ സമയത്ത് അല്ലാഹു മറങ്ങട്ട് നീക്കും. അതുവരെ ഒരു മറണ്ട്, ആ മറയങ്ങ് നീക്കുമ്പോൾ അവർ അല്ലാഹുവിനെ കാണുകയാണ്. ആ രംഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമാ ഉൽതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താണ് പറയുന്നറിയോ? ആ രംഗം കാണുമ്പോഴേക്ക് പിന്നെ മുഅ്മിനീങ്ങൾക്ക് ഇതുവരെ നൽകപ്പെട്ടതിനേക്കാളെല്ലാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർക്ക് അത് അനുഭവപ്പെടുക. അല്ലാഹുവിനെ ഒന്ന് കാണുക, റബ്ബിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് വസാദ സുമ്മ തലാ ഹാദിഹിൽ ആയ, ഈ ആയത്തോടാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ജീവിച്ചവർക്ക് സ്വർഗ്ഗമുണ്ട്, വർദ്ധനവുമുണ്ട്. 10-30ഓളം സഹാബിമാരിൽ നിന്ന് അല്ലാഹുവിനെ നാളെ പരലോകത്ത് വെച്ച് കാണാൻ കഴിയുമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്. അങ്ങനെ ധാരാളക്കണക്കിന് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും മനസ്സിലാക്കാം, ഈ ലോകത്ത് വെച്ച് അല്ലാഹുവിനെ കാണാൻ കഴിയില്ലെങ്കിലും പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് കാണാൻ തൗഫീഖുണ്ട്. ആ രൂപത്തിൽ അതിനു വേണ്ടി പണിയെടുക്കേണ്ടതുമുണ്ട്. അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ചില മാർഗങ്ങൾ, അതിന് നമ്മെ അർഹരാക്കി തീർക്കുന്ന ചില കാരണങ്ങൾ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. പണ്ഡിതന്മാരതിന്റെ കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ ഈമാൻ ബില്ലാഹി വ തൗഹീദ്, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും തൗഹീദൊക്കെ വളരെ ക്ലിയർ ആക്കി എപ്പോഴും സൂക്ഷിക്കുക. കാരണം എന്താ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, അവർക്കാണല്ലോ അത് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇഹ്സാനിന്റെ ഏറ്റവും അത്യുന്നതമായ റബ്ബിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഉന്നത ശ്രേണിയാണ് തൗഹീദിന് ഭംഗം വരാതെ ശിർക്ക് ചെയ്യാതെ ഉറച്ച മുവഹ്ഹിദുകളായിക്കൊണ്ട് മുന്നോട്ട് പോവുക, ഈമാൻ ദൃഢമാക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. അവർക്കാണത് കിട്ടുക. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പിന്നീട് പണ്ഡിതന്മാർ പറയണ 5 നേരത്തെ നിസ്കാരവും കൃത്യമായി കൊണ്ടു നടക്കുക, പ്രത്യേകിച്ച് സുബഹിയും അസറും. പ്രത്യേകിച്ച് സുബഹിയും അസറും. എന്താ 2 നേരത്തെ പ്രത്യേകത? നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. എന്താ 2 നേരത്തെ പ്രത്യേകത? എല്ലാവരും ചോദിച്ചാൽ മതി, എത്ര സുബഹി പോയിട്ടുണ്ട്, എത്ര അസർ പോയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നമുക്ക് പറഞ്ഞു തരാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്ന ദിവസം ഇങ്ങനെ ആ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ ഇങ്ങനെ മാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഞങ്ങളോട് ചോദിച്ചു, അമാ ഇന്നകും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ ലാ തുളാമൂന ഫീ റുയതിഹി, ഓ സഹാബിമാരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇതാ ഈ കാണുന്ന ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വല്ല മറയുമുണ്ടോ? അപ്രകാരം ഒരു മറയുമില്ലാതെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയും. فإن استطعتم ألا تغلبوا ولا صلاة قبل طلوع الشمس وقبل غروبها فافعلوا.
അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഒരു നിസ്കാരമില്ലേ, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുമില്ലേ ഒരു നിസ്കാരം. അത് രണ്ടും വളരെ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് പാഴായി പോകാത്ത അവസ്ഥയിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജരീർ റളിയല്ലാഹു തആല അൻഹു ആയത്തോതുകയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ്. സൂറത്തു ത്വാഹയിലെ 130-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നീ നിന്റെ രക്ഷിതാവിന്റെ സ്തുതിയെ നീ വാഴ്ത്തണം. ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന്റെ മുമ്പും, വഖബ്ലൽ ഗുറൂബ്, അസ്തമനത്തിന്റെ മുമ്പും. രണ്ട് നേരോടെ പറഞ്ഞു, ഫജ്റും പറഞ്ഞു, അസറും പറഞ്ഞു. അതുകൊണ്ട് അദ്കാറു സബാഹും അദ്കാറുൽ മസാവും ഈ സമയത്താണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദ്കാറു സബാഹ് ഉണ്ട്, പ്രഭാതത്തിലെ കുറെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, എപ്പോഴും പറയുന്നതാണ്. അദ്കാറു സബാഹ് ഉണ്ട്, അതെപ്പോഴാ ചൊല്ലേണ്ടത്? സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്. ഇനി അദ്കാറുൽ മസാ ഉണ്ട്, അതെപ്പോഴാ ചൊല്ലേണ്ടത്? അസർസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ആണ് അതിന്റെ ഏറ്റവും ഉത്തമമായ സമയം. ഇപ്പൊ ഒരാൾ മറന്നുപോയെങ്കിൽ സൂര്യോദയത്തിന്റെ ശേഷം രാവിലത്തെ ദിക്ർ ചെല്ലാം, അതല്ലെങ്കിൽ മഗ്രിബായതിന്റെ ശേഷം വൈകുന്നേരത്തെ രാത്രിയിലെ ദിക്റും ചൊല്ലാം. പക്ഷെ ചൊല്ലണം. നമ്മുടെ ജീവനാണത്, നമ്മുടെ സംരക്ഷണമാണത്, നമുക്ക് കാവലാണത്. എല്ലാ അർത്ഥത്തിലും എപ്പോഴും ആവർത്തിക്കുന്നതാണ്. ആവർത്തന വിരസത ഭയപ്പെട്ടുകൊണ്ട് പറയണേ, എന്നാലും പറയണം. കുറെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് മാറ്റുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രാർത്ഥനയെങ്കിലും പഠിച്ചിട്ട് നിത്യജീവിതത്തിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ഏത് തിരക്കിനിടയിലും ഞാനിപ്പോൾ അത് പാലിച്ചു പോരുന്നുണ്ട് എന്ന സന്തോഷത്തോടെ പറയുന്ന ഒരുപാട് സഹോദരങ്ങളെ എന്റെ അനുഭവത്തിലുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബാദികൾക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നുകൂടി പറയാം. അള്ളാനെ കാണാൻ, അള്ളാനെ കണ്ടുമുട്ടാൻ, അതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതികളാണ്. പിന്നീട് പണ്ഡിതന്മാർ പറയുന്നത്, പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ അള്ളാനെ കാണാം. വൻപാപങ്ങളിലും ദോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ അള്ളാനെ കാണാം, ഭാഗ്യം കിട്ടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തുൻ, മൂന്ന് കൂട്ടം ആളുകൾ, ലാ യുകല്ലിമുഹും, അല്ലാഹു അവരോട് മിണ്ടൂല, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരെ നോക്കൂല, വലാ യുസക്കിഹിം, അവരെ സംസ്കരിക്കൂല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അല്ലാഹു നോക്കൂലെങ്കിൽ പിന്നെ അവർക്ക് അല്ലാഹുവിനെ നോക്കാൻ പറ്റുമോ?